ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ കാത്തിരുന്ന ATC-JEE ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. April 25 മുതൽ May 24 വരെ മാത്രമാണ് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളിൽ പലരും പല വീഡിയോയുടെ കോമെന്റ്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് മുതൽ ഫൈനൽ സ്റ്റെപ്പ് വരെ, അതായത് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നിങ്ങൾ ഒന്ന് സ്പീഡ് കൂട്ടി കാണുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വന്ന് ആ പോർഷൻ ഒന്നും കൂടെ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ATC-JEE എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കാം. സോ നമ്മുടെ ATC-JEE എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ATCയുടെ ഒഫീഷ്യൽ വെബ് പേജ് ആയിട്ടുള്ള aai.aero എന്ന് പറയുന്ന വെബ് പേജിലേക്ക് നമ്മൾ ആദ്യം പോകണം. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതാ ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വെബ് പേജിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ ഏകദേശം ആ ഒരു ഹോം പേജ് ഇതുപോലെയാണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പേജ് നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇവിടെ കരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാനായിട്ട് പറ്റും. സോ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഈ ഒരു ടാബിലാണ് നിങ്ങൾ അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കരിയേഴ്സ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടീസ് ബോർഡ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ പല എക്സാംസിന്റെയും പേരുകളും പലതിന്റെയും രജിസ്ട്രേഷൻ ലിങ്കുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ATCയുടെ JEE എക്സാം ആണ് അല്ലേ. സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, ജൂനിയർ എക്സിക്യൂട്ടീവ്സ് എയർ ട്രാഫിക് കൺട്രോൾ ഇൻ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ എക്സാമിനാണ് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു നോട്ടീസ് വരും. യു ആർ ബീങ് റീഡിറക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ AAI microsite website. Please note that Airport Authority of India cannot be held responsible for external websites content and privacy policies. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു ഓക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെഡിലി നമ്മുടെ ആപ്ലിക്കേഷൻ പേജിലേക്ക് നമ്മൾ ഇവിടെ ലാൻഡ് ആകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഏകദേശം കാണാനായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ഒരു ലോഗോയും പിന്നെ അതിൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് കാൻഡിഡേറ്റ് ഹാസ് ടു ഫിൽ ദ ഡീറ്റെയിൽസ് ടു റിസീവ് യൂസർ ID ആൻഡ് പാസ്വേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം. എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരു യൂസർ IDയും പാസ്വേഡും കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഇനി അടുത്തത്, കാൻഡിഡേറ്റ് വിൽ റിസീവ് ദ യൂസർ ID ആൻഡ് പാസ്വേഡ് ഓൺ ദ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ആൻഡ് ഓർ ഓൺ ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. സോ ഇതിൽ പറയുന്നത് ഒന്നുകിൽ ഇമെയിലിലോ അല്ലെങ്കിൽ മൊബൈലിലോ കിട്ടും, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലും കിട്ടും എന്നാണ്. ആക്ച്വലി ഇതിൽ രണ്ടിലും നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലും മൊബൈൽ നമ്പറിലും നമ്മുടെ യൂസർ IDയും പാസ്വേഡും കിട്ടും. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള പേര്, അതായത് നമ്മൾ കൊടുക്കുന്ന ID പ്രൂഫിൽ എന്താണോ അതിലുള്ള പേര്, വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ID പ്രൂഫിൻ്റെയോ ഒന്നും സ്കാൻ കോപ്പീസ് ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ താഴേക്കുള്ള ആ ഒരു സ്ക്രീനും കൂടി ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടു റീഡ് ദ അഡ്വർടൈസ്മെന്റ് ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ആണ്. ഇവിടെ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 24-ാം തീയതി മെയ് വരെ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടേക്ക് രജിസ്റ്റർ ചെയ്യണം അല്ലേ. സോ നമ്മൾ ഇനി രജിസ്ട്രേഷൻ പ്രോസസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ വെബ് ബ്രൗസേഴ്സിലാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ളതെന്നാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഒന്ന് എഡ്ജ് ക്രോമിയം ഓർ മോസില്ല അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം. സോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ക്രോമിലാണ്. അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ് നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറേ ഫീൽഡുകൾ, ടെക്സ്റ്റ് ഫീൽഡുകൾ കാണും. അതെല്ലാം തന്നെ മാൻഡേറ്ററി ആണ്. ഓക്കെ, സോ അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾ ഫില്ല് ചെയ്യാൻ മറന്നുപോയാലും പേടിക്കേണ്ട, ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുമൊന്നുമില്ല. അത് നിങ്ങൾ ഇൻ കേസ് ഫില്ല് ചെയ്യാൻ മറന്നുപോയാലും നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഈ ഒരു ഫീൽഡ് എംപ്റ്റി ആണ് എന്ന് നിങ്ങൾക്കൊരു എറർ മെസ്സേജ് തരും. ഓക്കെ, സോ അത് ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട. ക്ലിയർ? അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നിങ്ങളുടെ പോസ്റ്റ് ഇവിടേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനാകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ATCGE എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് കോഡ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് മാത്രം സെലക്ട് ചെയ്യുക. ഇനി കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ ഫുൾ നെയിം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അതിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വരുന്നത് അതേപോലെ തന്നെ വേണം നിങ്ങളുടെ പേര് ഇവിടെ നിങ്ങൾ കൊടുക്കാൻ. കാരണം നമ്മുടെ 10th സ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് പേര് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. പിന്നെ 10th മാർക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഈ സിസ്റ്റമിന് അറിയില്ല നിങ്ങളുടെ 10th മാർക്ക് സർട്ടിഫിക്കറ്റിലുള്ള പേരാണോ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. സിസ്റ്റം അത് റീഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ചിലപ്പം ചില പ്രശ്നം വരും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പേര് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ SSLCയിലെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ നിങ്ങൾ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേജിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതേ നമ്പർ തന്നെ ഇവിടെ കൺഫേം ചെയ്യാം. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു മൊബൈൽ നമ്പറും കൂടെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. വീണ്ടും ഇമെയിൽ അഡ്രസ്സും കൺഫർമേഷനും നിങ്ങൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾ പ്രൈമറി കൊടുക്കുന്ന ഈ മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ ഈ ഇമെയിൽ അഡ്രസ്സിലുമാണ്. നിങ്ങളുടെ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പറിലേക്കല്ല നിങ്ങളുടെ OTP അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഒന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഫങ്ഷണൽ അല്ല എന്നുണ്ടെങ്കിലും ഒന്നാമത്തെ നമ്പർ ഫങ്ഷണൽ അല്ലാത്ത നമ്പർ നിങ്ങൾ കൊടുക്കരുത്. കാരണം അതിലേക്കായിരിക്കും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് OTP ജനറേറ്റ് ചെയ്യാനാണ്. അപ്പൊ ജനറേറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പൊ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വേറെ വേറെ കോഡുകൾ വരും. സോ ഇവിടെ നമ്മുടെ അടുത്ത ആ ഒരു OTP സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ക്യാപ്ചർ വന്നിട്ടുള്ള ഒരു പേജ് വരും കേട്ടോ. പ്ലീസ് എൻറ്റർ ദി ഇമേജ് ടെക്സ്റ്റ് ഇൻ ദി ടെക്സ്റ്റ് ബോക്സ് പ്രൊവൈഡഡ് ആൻഡ് ക്ലിക്ക് ഓൺ സബ്മിറ്റ് ടു ഗെറ്റ് OTP. സോ നമ്മൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ക്യാപ്ചർ വരും. അത് ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ ഇവിടെയും കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അടുത്തത് ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ OTP നിങ്ങളുടെ മൊബൈലിലും ഇമെയിലിലും വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും രണ്ട് OTP ആണ്, ഇത് ഒരു OTP അല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ടുള്ള OTPs ആണ് വരുന്നത്. സോ അത് രണ്ടും നിങ്ങൾ ഇവിടെ കൊടുക്കണം. ക്ലിയർ? സോ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതും ഇമെയിലിൽ വരുന്നതും സെപ്പറേറ്റ് ആണ്, അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ വാലിഡേറ്റ് എന്ന് പറയുന്ന വാലിഡേറ്റ് ബട്ടൺ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? ഇത് വാലിഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഒരു എറർ മെസ്സേജ് വരും, നിങ്ങളത് വാലിഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് വരും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വാലിഡേറ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് രണ്ടെണ്ണത്തിലും സെപ്പറേറ്റ്ലി വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറയുന്ന ഡിക്ലറേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈ ക്യാപ്ചർ 181936 അത് ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോന്നായിരിക്കും വരുന്നത്, അത് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി. അതുകൂടി നമ്മൾ എൻ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേജ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും OTP ഓഫ് ഇമെയിൽ ID ഹാസ് ബീൻ വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി. അത് തന്നെ OTP ഓഫ് മൊബൈൽ ഇസ് ഓൾസോ വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി. രണ്ട് സെപ്പറേറ്റ് മെസ്സേജസ് നമുക്ക് ഇവിടേക്ക് വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടേക്ക് ചെയ്യുന്ന കാര്യം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്
ഇവിടെ ഞാൻ പേരുകളൊക്കെ ഒന്ന് ബ്ലർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ പേര് ഇവിടെ വരും, ഇമെയിൽ അഡ്രസ്സും ഇവിടെ വരും, മൊബൈൽ നമ്പറും ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലീസ് വെരിഫൈ സെലക്ടഡ് ഓർ entered വാല്യൂ ഫോർ അൺചെക്ഡ് ഫീൽഡ്സ് ആൻഡ് ഇഫ് സെലക്ടഡ് entered വാല്യൂ ഇസ് കറക്റ്റ് ദെൻ പ്ലീസ് ദി ചെക്ക് ബോക്സ്. അതായത് ഇവിടെ ചെക്ക് ബോക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ബ്ലർ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്, ഇവിടെ ശരിക്കും നിങ്ങൾ കൊടുത്ത പേര് വായിച്ചു നോക്കുക, നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് വായിച്ചു നോക്കുക, മൊബൈൽ നമ്പർ വായിച്ചു നോക്കുക. ഇതിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ റീവെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇനി അങ്ങനെയല്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഇതും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി സബ്മിറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുവരെ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രജിസ്ട്രേഷന്റെ പ്രോസസ് ആണ്. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വൽ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ഐ അഗ്രി എന്ന് പറയുന്ന ഈ ഒരു ബോക്സും കൂടെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ആപ്ലിക്കന്റ് നെയിം ഇറ്റ് വിൽ ബി യൂസ്ഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇറ്റ് വിൽ ബി യൂസ്ഡ്, ജെൻഡർ അതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിസ്ക്ലെയിമർ ആണ്. അത് നമ്മൾ ഇതിന് ഈ അഗ്രിമെന്റിൽ ഐ അഗ്രി കൊടുക്കുക, അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് വരും, ഒരു അലേർട്ട് മെസ്സേജ് ആണത്. The information once submitted cannot be modified. Click on OK if you have verified the information to be correct and to submit, else click close to review again and then to submit. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ കൊടുക്കുന്ന ഈ നെയിമും നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എന്ത് ചെയ്താലും മാറാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു അലേർട്ട് മെസ്സേജ് ക്ലിയർ ആയിട്ട് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടുന്ന് റീവെരിഫൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഐ അഗ്രി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിവിടെ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അലേർട്ട് മെസ്സേജ് വരും. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ഇത് ഒരു കാരണവശാലും നമുക്കിനി മാറ്റാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഇതിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഓക്കെ കൊടുക്കുന്നതിന് പകരം ക്ലോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ പോയി റീവെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് അത് മാറ്റാം. ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മുടെ പേരിലും മൊബൈൽ നമ്പറിലും അതുപോലെ ഇമെയിൽ ഐ ഡിയിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ഇവിടേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന മെസ്സേജ് ഇവിടേക്ക് വരും. ഓക്കെ, സോ ഇവിടെ ഒരു നോട്ടായിട്ട് ഇതിനകത്ത് ഒരു മെസ്സേജ് വരും, രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി, രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഒരു നമ്പർ വന്നിരിക്കുന്നതാണ്. ആൻഡ് പ്ലീസ് നോട്ട് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. ഓൾസോ ആൻ ഇമെയിൽ ആൻഡ് SMS has been sent എന്നിവിടെ ക്ലിയർലി തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ സമയം നിങ്ങൾ ക്ലോസ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൂടെ എടുത്ത് നോക്കിയാൽ അതും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന SMS. യു ഹാവ് സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ് ഫോർ AI റിക്രൂട്ട്മെന്റ് പോർട്ടൽ. യുവർ യൂസർ ID is എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുവർ പാസ്വേഡ് ഇത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടേക്ക് വരും. അത് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഇമെയിൽ ആയിട്ടും വരും. ഓക്കെ, സോ അതേ സാധനം തന്നെ ഇതാ. അപ്പോൾ ഇത് നമ്മുടെ SMS മെസ്സേജ് ആണ്. ഇനി ഇവിടേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇമെയിൽ ആണ്. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് റിസീവ് ആകും. അപ്പോൾ ഇത് രണ്ടും റിസീവ് ആയെന്ന് വെച്ചാൽ നിങ്ങൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? സോ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു ആപ്ലിക്കേഷൻ, ഇവിടെ ഈ ഒരു ബട്ടൺ കാണും. ഈ ബട്ടണിലാണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ പോസ്റ്റ് കോഡും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആവുന്നതാണ്. ഡിക്ലറേഷൻ വരുന്നുണ്ട്, അത് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ബ്രൗസറിനെ പറ്റിയിട്ടുള്ളതാണ്. ബ്രൗസറിനെ പറ്റിയിട്ട് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ എഡ്ജ് അല്ലെങ്കിൽ മോസില്ല എന്നൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റാർ സൈൻസ് വന്നിരിക്കുന്ന എല്ലാ ഫീൽഡും മാൻഡേറ്ററി ആണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ
ആപ്ലിക്കേഷൻ വിൻഡോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേജിൽ ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ തന്നെ താഴേക്ക് പോകുമ്പോഴേക്കും 3-4 സ്ക്രീൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്പർ ഇത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട. ഇതും ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകും, ഇതും അവിടെ ഉണ്ടാകും, അതും നമ്മളൊന്നും ചെയ്യേണ്ട. പക്ഷെ ഈ വരുന്ന ഫീൽഡുകളൊക്കെ നമ്മൾ എൻറ്റർ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഫീമെയിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 24/5/2025 വെച്ചിട്ടാണ് നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എത്ര പ്രായം കൊടുത്താലും അതിനനുസരിച്ച് അതിൻ്റെ ഏജ് ഇവിടേക്ക് കാണിക്കും. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ ഇന്ത്യയുടെ സിറ്റിസൺ ആണോ എന്ന് ഇവിടെ ഉള്ള കാര്യം ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. റിസർവേഷൻ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളുടെ OBCയുടെ NCL എന്ന് വെച്ചാൽ നോൺ ക്രീമി ലെയറിനെയും അൺറിസർവ്ഡ് കാറ്റഗറി ആയിട്ടാണ് കൂട്ടുന്നത്. അതിനുശേഷം അൺറിസർവ്ഡ് എന്ന് പറയുന്ന UR എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ SC ഒരു കാറ്റഗറിയാണ്, പിന്നെ ST ഒരു കാറ്റഗറിയാണ്, പിന്നെ EWS ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറി കൊടുത്താലും അതിൻ്റെ പ്രൂഫ് ഒന്നും നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ താഴേക്ക് വരുന്നത് ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താണോ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്തത് അതിവിടെ ഓൾറെഡി ഉണ്ടാകും. ഫാദേഴ്സ് നെയിം നിങ്ങൾ കൊടുക്കണം, മദേഴ്സ് നെയിം നിങ്ങൾ കൊടുക്കണം. മാരിറ്റൽ സ്റ്റാറ്റസും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഓട്ടോമാറ്റിക്കലി വരും. ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും ഓട്ടോമാറ്റിക്കലി വരും. ഈ തന്നിരിക്കുന്ന ഫീൽഡുകൾ ഞാൻ ജസ്റ്റ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന ഫീൽഡുകൾ ഇത് നിങ്ങൾ എൻറ്റർ ചെയ്യണം. ഈ ഫീൽഡും നിങ്ങൾ എൻറ്റർ ചെയ്യണം. മാരിറ്റൽ സ്റ്റാറ്റസും നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യുക. ഡിസബിലിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്ന സ്ക്രീനിൽ നമ്മുടെ എക്സ് സർവീസ് മെൻ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇവിടേക്ക് നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഏകദേശം 5 സെൻറ്റേഴ്സും 5 സ്റ്റേറ്റുകളും കാണാം. ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ കേരളം കൊടുത്താൽ കേരളത്തിന് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അതായത് എറണാകുളം ടെസ്റ്റ് സെന്റർ നിങ്ങൾക്ക് എടുക്കാം, കണ്ണൂരുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 7ഓളം സെന്റേഴ്സ് ആണ് ഇവിടെ കേരളത്തിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കാം നമുക്ക് എല്ലാവർക്കും എന്തായാലും കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സെന്റേഴ്സ് കിട്ടാനായിരിക്കും ആഗ്രഹം. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേറ്റിന്റെയും പ്രിഫേർഡ് ടെസ്റ്റ് സ്റ്റേറ്റും അതുപോലെ തന്നെ സിറ്റിയും രണ്ടും സെപ്പറേറ്റ് ആണ്. എല്ലാ സ്റ്റേറ്റും നമ്മൾ കേരള കൊടുത്താൽ എന്താ പറ്റുക, നമുക്കിവിടെ കേരളത്തിലെ എല്ലാ ഓപ്ഷൻസും കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മാക്സിമം ഒരു സ്റ്റേറ്റ് 3 തവണ മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇൻ കേസ് നിങ്ങൾ കേരള എന്നുള്ളത് 3 തവണയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഒരു എറർ മെസ്സേജ് ത്രോ ചെയ്യും. പ്ലീസ് സെലക്ട് ഡിഫറെന്റ് ടെസ്റ്റ് സ്റ്റേറ്റ്. യു കൻ നോട്ട് സെലക്ട് കേരള ആസ് ടെസ്റ്റ് സ്റ്റേറ്റ് മോർ ദാൻ ത്രൈസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കേരള സെലക്ട് ചെയ്യാം, ഇവിടെയും നിങ്ങൾക്ക് കേരള സെലക്ട് ചെയ്യാം, ഇവിടെയും നിങ്ങൾക്ക് കേരള സെലക്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്, മേ ബി ഇപ്പം ബാംഗ്ലൂർ കൊടുക്കുകയാണെങ്കിൽ കർണാടക സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെ പ്ലേസ് എവിടെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെന്നൈ കൊടുക്കുകയാണെങ്കിൽ തമിഴ്നാട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ 3 പ്രിഫറൻസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കേരളം ഡെഫിനറ്റ്ലി ടെസ്റ്റ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്. കേരളത്തിൽ നിന്നും ഏകദേശം 7 ടെസ്റ്റ് സിറ്റികളാണ് വരുന്നത്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഇതിൽ തിരുവനന്തപുരവും കൊച്ചിനും എറണാകുളവും എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ളത് നമുക്ക് അത്ര ഷുവർ ആയിരുന്നില്ല. എന്നാലും സാരമില്ല, ഇതെല്ലാം നമുക്കിവിടെ ആക്ച്വലി വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടേക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഒരു എംപ്ലോയി ആണോ എന്നുള്ളതിൻ്റെയൊക്കെ ഡിക്ലറേഷൻ ആണ്.
ആർ യു എൻ എംപ്ലോയി എന്നുള്ളത് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നോ കൊടുക്കാം. ഇനി നെക്സ്റ്റ് അതിന്റെ കൂടെ ഞാനിപ്പം കൊടുത്തിരിക്കുന്ന സെന്റേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് കൊടുത്തു. ഇനി കർണാടകയിൽ നിന്ന് മൈസൂരും കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പം ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഡമ്മി ഡേറ്റ ആണ്, ഇതൊന്നും റിയൽ ഡേറ്റ അല്ല, ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ ലാസ്റ്റ്, നിങ്ങളൊരു റെഗുലർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എംപ്ലോയി ആണോ, നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ PSUവിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഒക്കെ എംപ്ലോയി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനും നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമുക്ക് കൊടുക്കാനുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ജസ്റ്റ് ഇവിടേക്ക് കൊടുത്താൽ മതി. സേവ് ആൻഡ് നെക്സ്റ്റ് ഇവിടേക്ക് നമുക്ക് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഡേറ്റ സേവ് ചെയ്തു എന്ന് പറയുന്ന ഒരു അറിയിപ്പ്, ഒരു നോട്ടീസ് നമുക്ക് തരും, നമ്മളെ അറിയിക്കും. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ അഡ്രസ് ലൈൻ, നിങ്ങൾ കറസ്പോണ്ടൻസ് അഡ്രസ് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് കറസ്പോണ്ടൻസ് അഡ്രസ് അല്ലേ. അപ്പോൾ അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, അതും പിന്നെ സെലക്ട് കൺട്രി, സെലക്ട് സ്റ്റേറ്റ്, സെലക്ട് ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇത് പെർമനന്റ് അഡ്രസ്സും നിങ്ങളുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്താൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന അതേ അഡ്രസ്സ് തന്നെ താഴേക്ക് വരും. ഇനി നോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇമേജ് വരും, ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെയിൽ അല്ല ഒരു മെസ്സേജ് നമുക്ക് ഇവിടേക്ക് വരും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു നോട്ട് തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. Candidate must specifically indicate the percentage of marks obtained calculated to the nearest 2 decimals in the relevant column of the application, where percentage of marks is not awarded by the university but only CGPA or OGPA or DGPA, CPA, etc. is awarded. The same shall be converted into percentage in terms of conversion norms of university in this regard. Candidate will have to produce the equivalent certificate document issued by the university or institution evidencing equivalent percentage marks when called for application verification. So, ഈ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ആക്ച്വലി നമ്മുടെ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് മാത്രമാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പം യാതൊരു ഡോക്യുമെന്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാർക്സ് നിങ്ങൾ കറക്റ്റായിട്ട് അപ് ടു 2 ഡെസിമൽ പ്ലേസസിൽ റൗണ്ട് ഓഫ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പാസ് ആയോ അതോ അപ്പിയറിംഗ് ആണോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ബാക്കി 10th 12th ഒക്കെ എന്തായാലും ഫൈനൽ മാർക്സ് നിങ്ങൾക്ക് അറിയാലോ, അതിനനുസരിച്ച് നിങ്ങളിവിടെ എല്ലാ ഡേറ്റയും കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ഒരു വ്യത്യാസവും വരുത്താതെ കൊടുക്കുക. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷന്റെ സമയത്ത് ഇതിന്റെയൊക്കെ ആക്ച്വൽ ഹാർഡ് കോപ്പി നിങ്ങൾ പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത്, CBSE ആണോ സ്റ്റേറ്റ് ബോർഡ് ആണോ അത് കൊടുക്കുക, ഏത് വർഷമാണ് പാസ്സായത്, സ്കൂൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, സബ്ജക്ട് കോമ്പിനേഷൻ, അപ്പൊ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് എല്ലാം അത് ഇവിടേക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സെലക്ട് എനി ഓഫ് ദ ഫോളോയിങ്, അതെന്ന് പറയുന്നത് ബേസിക്കലി CGPA ആണോ അതോ പെർസെൻറ്റേജ് ആണോ എന്നാണ്. ഇനി ഇവിടെ മാർക്സ് ഒബ്റ്റെയിൻ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാക്സിമം മാർക്സ് ഇവിടേക്കും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടിയ മാർക്സും മാക്സിമം മാർക്സും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ജനറേറ്റ് ചെയ്തോളും നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന്. ഓക്കെ, അപ്പൊ ഇത് 10th ഡീറ്റെയിൽസ് ആണ്. ഇനി അതുപോലെ തന്നെ 12th ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കണം. സോ 12th ഡീറ്റെയിൽസിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്താ പറയുക മാർക്സും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡമ്മി ഡേറ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലിതാ മാർക്സ് ഒക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ മാർക്സ് കൊടുത്ത് മാക്സിമം മാർക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്.
ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഒരു നമ്മുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസിൽ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കുക, സെലക്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദി ക്വാളിഫയിങ് ഡിഗ്രി. ഇവിടെ നിങ്ങൾ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അപ്പിയറിംഗ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പാസ് ആയെന്നോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പിയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, അതിൻ്റെ ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ മാർക്ക് ലിസ്റ്റ്, ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. സോ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ അത് കൊടുത്താൽ മതി. ഇനി ക്വാളിഫൈങ് ഡിഗ്രി പാസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രിയുടെ പേരും ക്വാളിഫൈ ആയ ഇയറും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ മോഡ് ഓഫ് കോഴ്സ് ഇവിടെ റെഗുലർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ റെഗുലർ ഡിസ്റ്റൻസിൽ പഠിച്ചവർക്ക് പറ്റില്ല, ഇവിടെ റെഗുലർ ആയിട്ട് പഠിച്ചവർക്കാണ് പറ്റുള്ളൂ. നെക്സ്റ്റ് ഡിഗ്രിയുടെ പേര് എന്താണ്, BSc ആണോ അതോ എഞ്ചിനീയറിംഗ് ആണോ അതോ ബിടെക് ആണോ എന്ന് വെച്ചാൽ ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണോ ബാച്ചുലർ ഓഫ് ടെക്നോളജി ആണോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ സബ്ജക്ട് നിങ്ങളിപ്പോൾ ഏതാണോ ഡിഗ്രിക്ക് പഠിച്ചത്, ഇപ്പം എഞ്ചിനീയറിംഗിൽ നിങ്ങൾ EEE ആണെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് കാലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ പ്ലീസ് സെലക്ട് എനി ഓഫ് ദ ഫോളോയിങ്ങിൽ ഒന്നുകിൽ നിങ്ങൾക്ക് CGPA അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, ഇതിലേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മാർക്സ് ഒബ്റ്റെയിൻഡും മാക്സിമം മാർക്സും കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റിയിൽ വരുന്ന ചോദ്യങ്ങളാണ് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. ഹാവ് യു സ്റ്റഡീഡ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആസ് സബ്ജക്ട്സ് ഇൻ എനി ഓഫ് ദ സെമസ്റ്റേഴ്സ്? നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവണം, യെസ് കൊടുക്കുക. ഹാവ് യു പാസ്ഡ് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്? അതും യെസ് കൊടുക്കുക, കാരണം അതും എലിജിബിലിറ്റിയിൽ വരുന്നതാണ്. Now, do you have minimum proficiency in both spoken and written English of the level of 10+2 standard? ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക. അതൊക്കെ മാൻഡേറ്ററി ആണ്, എങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ അതിനവിടെ യെസ് കൊടുക്കുക. ക്ലിയർ? ഇനി അടുത്തതായിട്ട് നമ്മൾ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹയർ ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. മേ ബി നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഇല്ലാതെ തന്നെ നമുക്കിവിടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിഗ്രി മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജ്, അതായത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ പേജ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ സ്കാൻ സിഗ്നേച്ചറും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പേരിൽ തന്നെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഫോട്ടോ, ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന 2 ബോക്സ് കാണാം. ഇതിൽ നിങ്ങൾ ഈ ഐ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ജസ്റ്റ് മൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ക്ലിയർലി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ സ്പെസിഫിക്കേഷൻ, പ്ലീസ് അപ്ലോഡ് 1 റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. Now, size of the image 100 KBയുടെയും 200 KBയുടെയും ഉള്ളിലായിരിക്കണം. JPG or JPEG ഫോമാറ്റിലായിരിക്കണം. സ്കാനർ DPI should be 200 DPI. സോ ഇനി ഇവിടെ നോക്കുക, നിങ്ങൾ ഒരു തവണ കൊടുക്കുന്ന ആ ഒരു ഫയല് പിന്നെ നിങ്ങളുടെ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആവുന്നത് വരെ കൊടുക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഫൈനൽ സബ്മിറ്റിന് ശേഷം പറ്റില്ല. ഇനി വീണ്ടും എഡിറ്റ് വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം ക്ലോസ് ആയിട്ട് ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും നിങ്ങൾക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം റീസെന്റ് ഫോട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ഒരു സ്റ്റുഡിയോയിൽ പോയി അവരെ കാണിച്ച് നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഓക്കെ, ഡയമെൻഷൻ 3.5ഉം 4.5ഉം ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ സൈസും ഇതിന്റെ ഫോമാറ്റും മാത്രമാണ് ഇത് നോക്കുകയുള്ളൂ. ബാക്കി വേറെ ഒരു കാര്യം, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ അല്ലെങ്കിൽ 200 DPI ആണോ എന്നൊന്നും സിസ്റ്റം ചെക്ക് ചെയ്യില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ സ്വന്തം ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ, അല്ലാതെ സിസ്റ്റം ഇത് ചെക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി വീണ്ടും സിഗ്നേച്ചറിന്റെ സാധനം, സിഗ്നേച്ചറിൻ്റെ ആകെ 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് JPEG അല്ലെങ്കിൽ JPG വേണം. നെക്സ്റ്റ് അത് 80 KB to 150 KB ഇതിൻ്റെ ഉള്ളിലാണ് സിഗ്നേച്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും സിഗ്നേച്ചറും നമ്മൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മെസ്സേജും വരും.
ക്ലിയർ? അപ്പൊ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അവസാനത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഫോട്ടോന്റെ കാര്യം ഒന്നും കൂടെ പറയുന്നു, അത് മസ്റ്റായിട്ടും എന്ന് വെച്ചാൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഫോട്ടോ വേണം നിങ്ങളിവിടെ കൊടുക്കാൻ. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ലാസ്റ്റ് ഡോക്യുമെന്റും പേയ്മെന്റും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ ചില അഗ്രിമെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ചെക്ക് ബോക്സ് എല്ലാം തന്നെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രിവ്യൂ ബട്ടൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്ച കൂടി എൻ്റർ ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ ഇനി നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യം, ഈ ഡേറ്റ ഒക്കെ യൂസ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്ലെയിമർ ആണ്. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഐ അഗ്രി എന്ന് പറയുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫൈനൽ സബ്മിറ്റ് ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് ഇവിടേക്ക് കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടേക്ക് ആകെ ചെയ്യാനായിട്ടുള്ളൂ. സോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേ മെസ്സേജ് തന്നെ നമ്മുടെ മൊബൈലിലും കിട്ടും, അത് തന്നെ നമ്മുടെ ഇമെയിലിലും വരും. അപ്പൊ അത് രണ്ടും നമ്മുടെ ഈ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻസിലും അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ ജസ്റ്റ് ക്രോസ് വെരിഫൈ ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇത്രയും ആണ് നമ്മുടെ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ളൂ. സോ എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനി ആപ്ലിക്കേഷനെ പറ്റിയിട്ടോ എക്സാമിനെ പറ്റിയിട്ടോ കോഴ്സിനെ പറ്റിയോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്ലീസ് തന്നെ പറയുന്നു, നിങ്ങളുടെ സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എൻട്രിയുടെ നമ്മുടെ കോഴ്സസ് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാനും നമ്മുടെ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഇതേ നമ്പർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് കണ്ടിട്ട് മാത്രം കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.